ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുക. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17-18 2 വാക്കുകൾ ഞാൻ പറയുന്നു. ആമേൻ. നാം ഇനിയും നിന്നാപാത്രമായി ഇരിക്കാതെ വണ്ണം. അടുത്തത് പറയുന്നു 18ന്റെ വാക്യത്തിൽ ആമേൻ ഇങ്ങനെ പറയുന്നു, എൻ്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരിക്കുന്നു. നിന്നാപാത്രമായി തീരാൻ, ഇനി നീ നിന്നാപാത്രമായി തീരാതെ വണ്ണം. ആമേൻ. നിനക്ക് വേണ്ടി പണി നടത്തുന്ന ഒരു ദൈവം ഇന്ന് പകൽ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്നുണ്ട്. ആമേൻ. ഇനി നീ നിന്നാപാത്രമാകാതിരിക്കുവാൻ, ആമേൻ, നീ ഇനി അപവാദ വിഷയമാകാതിരിക്കാൻ, ഇനി നീ പരിഹാസ വിഷയമാകാതിരിക്കാൻ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. നിന്റെ കുടുംബത്തിന് വേണ്ടി എഴുന്നേൽക്കുകയാണ്. നിന്റെ സഭയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. ആമേൻ. നമുക്കൊന്ന് എഴുന്നേൽക്കാം. ആമേൻ. ഇന്ന് പകൽ കർത്താവ് പറയുന്നു, ദൈവത്തിന്റെ കൈ നിനക്ക് അനുകൂലമാണ്. ഇനി നീ നിന്ദാപാത്രമാകാതിരിക്കണവന്, ഇനി നീ നിന്ദയ്ക്കും അപവാദങ്ങൾക്കും ദുഷികൾക്കും കാരണമാകാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ കൈ നിനക്ക് അനുകൂലമായി ഇന്ന് പകൽ ചലിക്കുന്ന പകലാണ്. ആമേൻ. കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഇനി നീ അപവാദ വിഷയമാകില്ല, ഇനി നീ നിന്ദാപാത്രമാകില്ല. ആമേൻ. ദൈവത്തിന്റെ കൈ നിനക്ക് അനുകൂലമാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ കരത്തിലേക്ക് ജനത്തെ ഞാൻ ഏൽപ്പിക്കുന്നു. ഈ സന്ദേശം ഞാൻ ജനത്തിനു വേണ്ടി കൈമാറുന്നു. കർത്താവേ, ഇനി ഈ ജനം ആമേൻ നിന്ദാപാത്രമാകാതിരിക്കേണ്ടതിന്, നിന്ദാ വിഷയമാകാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ കൈ അവർക്ക് അനുകൂലമായിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിലുള്ള ഭാരങ്ങൾ, വേദനകൾ, നിന്ദകൾ മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ.